അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതുപോലത്തെ പുഴയുണ്ടോ? നിന്റെ നാട്ടിലുണ്ടോ ഇതുപോലത്തെ പുഴ? ഇല്ല. ആണോ? ഇങ്ങനത്തെ പുഴ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലോട്ട് വരണം. ഓക്കെ. നമ്മുടെ നാട്ടിലെ പോലെ ഫിഷിങ് ചെയ്യുന്നതാണ്. ഫ്രാൻസിൽ ഫിഷ് ചെയ്യുന്നതാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു മീൻ പിടിക്കുന്നത്. ഇനി അവർക്ക് മീൻ കിട്ടുന്ന നോക്കി നിന്നാ നമ്മൾ നിന്നു പോകും. അതെ. എടാ അതാണ്ടാ അവിടെ മീൻ അടിച്ചടാ. വലിയ മീനുണ്ട് കേട്ടോ. അതവൻ മിണ്ടാതെ നിന്ന് അവിടെ ചൂണ്ടിടുക. അവിടെ പോയിന്ന് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ അവനെ ഓടിക്കും. ഒരു ചൂണ്ടാൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻ പിടിക്കാം. കണ്ട അവിടെയൊക്കെ ഈ വാഹ പോലുള്ള മീനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആ സൈഡിലൊക്കെ വന്ന് നിൽക്കും. അതെ അതെ അതെ. ചാടാമോ? എന്തോ വെച്ചിട്ടുണ്ട്. ഒരു പിടുത്തമില്ല. അല്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. കാരണം ഇതെന്താണെന്നറിയാമോടാ? പട്ടിയുണ്ട്, സൂക്ഷിക്കുക, അവൻ കടിക്കും. പിന്നെ കയറിയിട്ട് ചാടി കയറിയിട്ട് പട്ടി കടിച്ചിട്ട് പിന്നെ കിടന്ന് കരയരുത്. അതാണ് ഞങ്ങളോട് പരാതിയും പറയരുത്. അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കാം കേട്ടോ. ചിലപ്പം അവൻ ഇപ്പുറത്തെ കാണും. അവൻ ഇതുവഴി ചിലപ്പം ചാടി വരും. അതാണ് ഡാം, ചെക്ക് ഡാം. എടാ ഇഷ്ടം പോലെ മീനുണ്ടാവും കേട്ടോ. ഇഷ്ടം പോലെ മീനുണ്ടാവും. എന്ത് രസമുണ്ടല്ലേ? അടിപൊളി. എന്താ ഭംഗി. നിൽക്കണം. അതുപോലെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇവർ ഇതെങ്ങനെ ഇവിടെ നിർമ്മിച്ചു എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഡാം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം, അപ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റും. ഇതെല്ലാം ഫ്രഞ്ച് ലാംഗ്വേജിലാണ്. പക്ഷെ അതെല്ലാം അവർ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതാണ്ട മീൻ പിടിക്കുന്നത് ഇവിടെയുള്ള മീനുകളാണ്. എടാ നമ്മുടെ നാട്ടിലെ അതാണ്ട മറ്റേ നെടുമീൻ പോലുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. സാൽമൺ ടൈപ്പ് ഉണ്ട്. പിന്നെ വേറെ ഏതാ ഒരു നാട്ടിലെ പോലെ ഇറങ്ങി പിടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം പറ്റിച്ചിട്ടൊക്കെ. ഈ ഡാമൊക്കെ ഫുള്ള് വൃത്തിയാക്കി അടിപൊളിയാക്കി അതിന്റെ സൈഡൊക്കെ കെട്ടി അവര് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ. അതെ, ആ പ്രവർത്തനങ്ങളൊക്കെ കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു അവിടുത്തെ MLA ഫണ്ട് എന്തുവാ ഒരു വെയിറ്റിംഗ് ഷെഡ് എവിടെ ചെന്നാലും അതേ ഉള്ളൂ. 5 ലക്ഷം രൂപ കൊടുത്ത് വെയിറ്റിംഗ് ഷെഡ് പണിഞ്ഞു, 10 ലക്ഷം രൂപ കൊടുത്ത് വെയിറ്റിംഗ് ഷെഡ് പണിഞ്ഞു. പക്ഷെ ഒരു വീട് കൊടുക്കുന്ന എത്രടാ? 4 ലക്ഷം രൂപ. അതുകൊണ്ട് അവർക്കൊരു കക്കൂസ് പണിയാം, പിന്നെ വേറെ എന്തെങ്കിലും ഇവിടെയൊക്കെ. അല്ലാതെ ഒരു വീട് പണിയാൻ പറ്റുമോ? ഇതൊക്കെ ആരോട് പറയാൻ? അതെ അതെ അതെ. അതായത് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ആൾക്കാർക്ക് വന്നിരിക്കാം. പിന്നെ അതുപോലെ കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർക്ക് സംവിധാനങ്ങൾ. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എന്തുമാത്രം സ്ഥലങ്ങൾ, ഗ്രാമപ്രദേശത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ. ഇതിപ്പം നമുക്കിത് കണ്ടിട്ട് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. കാരണം കേരളത്തിൽ ഇതിൻ്റെ നൂറല്ല ആയിരക്കണക്കിന് 10,000 സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ പല ഗ്രാമങ്ങളിലായിട്ടും. പക്ഷേ ഒന്നും ടൂറിസം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു സത്യം. അപ്പം നമുക്കും നമ്മുടെ നാട്ടിലും പഞ്ചായത്ത് ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിപ്പം എത്രയുണ്ട് സ്ഥലം? വലിയ ദൂരമൊന്നുമില്ല, വളരെ ചെറിയൊരു സ്ഥലമാണ്, ചെറിയൊരു ഭാഗം. പക്ഷേ ആ ഒരു ഭാഗം ഇവരെന്ത് മാത്രം ഭംഗിയോടുകൂടി ഇവർ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ പുല്ലൊക്കെ നട്ട് വളർത്തി ചെറിയ പാർക്കുകൾ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ചെറിയ പാർക്കുകളുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പാർക്കുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ.
അപ്പം കിലോമീറ്റർ നീളമുള്ള സ്ഥലങ്ങളൊന്നുമല്ല, വളരെ ചെറിയ സ്ഥലം. അതുകൊണ്ട് അവിടെ ഒരു മീൻ വന്ന് അടിച്ചിട്ട് പോയി. അത് ഏത് മീനാന്ന് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ആ വലിയ മീൻ. എടാ ഫ്രണ്ട്സാ, എടാ മീൻ അടിക്കുന്നുണ്ടാ, വന്ന് കണ്ടോ. ഇഷ്ടം പോലെ മീനുകളുണ്ട്. ഇവിടെ വന്ന് ചൂണ്ടയിടാം, സമയം ചിലവഴിക്കാം, ഫാമിലി കുട്ടികളുമായിട്ടൊക്കെ വരാം. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനത്തെ. അപ്പം ആളുകൾക്ക് എൻജോയ്മെന്റിന് വേണ്ടിയിട്ട്. അതാണ്ട് നീ കണ്ടോ അവിടെ ഒരു വലിയ മീൻ അടിച്ചിട്ട് പോയേ. നീ അങ്ങോട്ട് നോക്ക്, കണ്ടോ. ആ ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്, ഒരു മീൻ അടിച്ചിട്ടുണ്ട്. എന്ത് മീനാണെന്ന് നോക്കാം. ഫ്രണ്ട്സാ മീൻ കിട്ടി കേട്ടോ. ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ മീനാണോ വലിയ മീനാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ മീൻ കിട്ടി. അത്യാവശ്യം സൈസുള്ളൊരു മീനാണ് കിട്ടിയിരിക്കുന്നത്. അടിപൊളി മീൻ. You got yeah, okay. പക്ഷെ ആ മീനെ അദ്ദേഹം വിട്ടു, കാരണം അത് ചെറിയ മീനായതുകൊണ്ടാണെന്ന് തോന്നുന്നു വിട്ടത്. അപ്പം പുള്ളിയുടെ ലക്ഷ്യം വലിയ മീനുകളാണ്. അവിടെ വിട്ടടാ മീനെ വിട്ട്. ചെറുതാണ്ട, പുള്ളിക്ക് വലിയ മീനുകൾ മതി. അതെ. അപ്പോൾ ഓക്കെ ഗായ്സ്, അടുത്ത സ്ഥലം അങ്ങോട്ടേക്ക് പോവുകയാണ്. എടാ ഫ്രണ്ട്സാ, അവിടെ നോക്കടാ, മീൻ നോക്കടാ, വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നേ കണ്ടോ. ഇഷ്ടം പോലെ മീനുണ്ട് മോനെ. ഒരു ചൂണ്ട വാങ്ങിച്ചോ, വെറുതെ കാശ് കൊടുത്ത് മീൻ വാങ്ങിക്കണ്ട. ഇവിടെ എനിക്ക് തോന്നുന്നു ആഴ്ച വന്നിട്ടേ ഇവിടെ വന്ന് ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ആവശ്യമാണ് മീൻ കിട്ടും കേട്ടോ. അതാ അവിടെ അടിക്കുന്നുണ്ടാ. ഇതിങ്ങനെ ചരിയുമ്പം ആ വെള്ളി കളർ നമുക്ക് കാണാം. ഉണ്ട് ആവശ്യം പോലെ മീനുണ്ട്. അതെ.